ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ 2025-26 അധ്യയന വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ എക്സാം? എളുപ്പമായിരുന്നില്ലേ? ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. മിട്ടുവിൻ്റെ യാത്ര എന്നുള്ളതാണ് അല്ലേ. നമുക്കൊരു മിട്ടു എന്നൊരു പൂച്ചയാണെന്ന് മനസ്സിലായല്ലേ. ഒരു പൂച്ചക്കുട്ടിയെ കാണാനുണ്ടല്ലോ ചിത്രത്തിൽ. പിന്നെ എന്തൊക്കെ കാണാനുണ്ട്? മഴവില്ലുണ്ട്, മരമുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. മഴ തോർന്നു, മാനത്ത് മഴവില്ല് തെളിഞ്ഞു. മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? മിട്ടുപൂച്ച ആലോചിച്ചു. മഴവില്ലിൻ്റെ അറ്റം തേടി അവൻ ഓട്ടം തുടങ്ങി. പച്ചപ്പുൽമേടും കടന്ന് അവൻ കുഞ്ഞരുവിയുടെ കരയിലെത്തി. അവിടെ ഒരു തവളയെ കണ്ടു. തവളച്ചാരേ, മഴവില്ലിൻ്റെ അറ്റത്ത് എന്താണുള്ളത്? നിറയെ മുത്തുകളാണത്രേ, തവള പറഞ്ഞു. മറുപടിയിൽ തൃപ്തിയാകാതെ മിട്ടു വീണ്ടും ഓടി. മഞ്ഞപ്പൂക്കളുള്ള പാടവും ചെന്തെങ്ങിൻ തോപ്പും കടന്ന്. നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൂട്ടുകാരെ? ആകാശത്ത് മഴവില്ല് തെളിഞ്ഞത് എപ്പോഴായിരുന്നു? ഫസ്റ്റ് സെന്റൻസ് തന്നെ. അതായത് മഴ തോർന്നു, മാനത്ത് മഴവില്ല് തെളിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ എപ്പോഴാണ് ആകാശത്ത് മഴവില്ല് തെളിഞ്ഞത്? മഴ തോർന്നപ്പോൾ അല്ലേ. ആൻസർ എന്താണ്? മഴ തോർന്നപ്പോൾ. മിട്ടുപൂച്ച ആലോചിച്ചത് എന്താണ്? മിട്ടുപൂച്ച എന്താണ് കൂട്ടുകാരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്? അത് നമ്മൾ കഥയിൽ പറയുന്നുണ്ടല്ലേ. എന്താണ്? അതായത് മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും എന്നാണല്ലേ മിട്ടുപൂച്ച ആലോചിച്ചത്. മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും എന്നാണ് മിട്ടുപൂച്ച ആലോചിച്ചത്. ആകാശം എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ആകാശം എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? അതെ, മാനമാണല്ലേ. ഏതാണ്? മാനം. മിട്ടുവിൻ്റെ ചോദ്യത്തിന് തവള നൽകിയ മറുപടി എന്തായിരുന്നു തവള നൽകിയ മറുപടി കൂട്ടുകാരെ? നിറയെ മുത്തുകളാണ് എത്രയെന്നാണല്ലേ. തവളച്ചാരോട് മഴവില്ലിൻ്റെ അറ്റത്ത് എന്താണുള്ളതെന്ന് മിട്ടുപൂച്ച ചോദിച്ചു നോക്കുമ്പോൾ തവള എന്താ മറുപടി പറഞ്ഞത്? നിറയെ മുത്തുകളാണത്രേ. ചിത്രത്തിൽ കാണുന്ന ആശയം വരുന്ന വാക്യം കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. ഏതായിരിക്കും കൂട്ടുകാരെ? ഇവിടെ മഴവില്ലിൻ്റെ ഒരറ്റം മരത്തിലേക്ക് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഏതായിരിക്കും ആ വാക്യം എന്ന് പറയുന്നത്? മഴവില്ലിൻ്റെ, നോക്കൂ ഏതാണ്? മഴവില്ലിൻ്റെ ഏതാണ്? യെസ്, ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. സെന്റൻസ് ആണല്ലേ. ഏതാണ്? മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഈ ഒരു സെന്റൻസ് അല്ലേ ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. പ്രവർത്തനം 2, വാഹനങ്ങളല്ലേ. തിരിച്ചു വരുന്ന വഴിയിൽ മിട്ടു കണ്ട വാഹനങ്ങൾ നോക്കൂ. ഏതാണ് കൂട്ടുകാരെ ഈ വാഹനങ്ങൾ? 2 വാഹനങ്ങളുടെ പിക്ചർ നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ. ഏതാണ്? ഫസ്റ്റ് വൺ ഏതാണ്? JCB അഥവാ മണ്ണുമാന്തി യന്ത്രമാണല്ലേ. അടുത്ത പിക്ചറിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ആംബുലൻസ് ആണല്ലേ. അപ്പോൾ ചിത്രത്തിലുള്ള വാഹനങ്ങളുടെ പേരും ഉപയോഗങ്ങളും എഴുതുക എന്നാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് വൺ എന്തിൻ്റെ ചിത്രമാണ്? മണ്ണുമാന്തി യന്ത്രമാണല്ലേ. എന്തൊക്കെയാണ് കൂട്ടുകാരെ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഉപയോഗങ്ങൾ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? ഭാരമെടുക്കാനും മണ്ണെടുക്കാനുള്ള യന്ത്രമാണല്ലേ മണ്ണുമാന്തി യന്ത്രം. അപ്പം എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്? കെട്ടിട നിർമ്മാണത്തിനും കൃഷിയിടത്തിലും റോഡ് നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. പിന്നെയോ ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിനും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തത്തിന് രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ കുറേ ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് എന്താണ്? ആംബുലൻസിൻ്റെ പിക്ചറാണല്ലേ നൽകിയിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ ആംബുലൻസിൻ്റെ ഉപയോഗം? രോഗികളെയും അപകടത്തിൽപ്പെട്ടവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് കൊണ്ടുപോകുന്നതിനുള്ള വാഹനമാണല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വാഹനങ്ങളുടെ പേരും ഉപയോഗങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? പട്ടിക പൂർത്തിയാക്കാം എന്നുള്ളതാണല്ലേ. പുതുവത്സര ദിനത്തിലാണ് റയാൻ്റെ പിറന്നാൾ. പുതുവത്സര ദിനം എന്നാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്നാ കൂട്ടുകാരെ പുതുവത്സര ദിനം? ന്യൂ ഇയർ എന്നാണ്? ജനുവരി 1-നാണല്ലേ. കൂട്ടുകാർക്കൊക്കെ അറിയാം, ജനുവരി 1. എന്നാൽ ഇതുപോലുള്ള പ്രാധാന്യമുള്ള മറ്റ് ദിനങ്ങൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. തീയതി ജനുവരി 26. പ്രാധാന്യം എന്താണ്? റിപ്പബ്ലിക് ദിനം അല്ലേ. ഈ സ്വാതന്ത്ര്യ ദിനം നൽകിയിട്ടുണ്ട്. തീയതി നമ്മൾ എഴുതണമല്ലേ. അവിടെ എന്താ കൂട്ടുകാരെ എഴുതിയത്? ഓഗസ്റ്റ് 15 എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. ഒക്ടോബർ 2 പ്രാധാന്യം എന്താ കൂട്ടുകാരെ? ഗാന്ധി ജയന്തി. എന്താണ്? ഗാന്ധി ജയന്തി. ഇനി ശിശുദിനം നൽകിയിട്ടുണ്ടല്ലേ. ഡേറ്റ് കൂട്ടുകാർക്ക് അറിയാമോ? അറിയാമല്ലേ. എന്നാണ്? നവംബർ 14. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം.
പ്രവർത്തനം 4 ശുചിയാക്കാം. മാലിന്യങ്ങളെ ഉചിതമായ പെട്ടിയിലേക്ക് വരച്ചു ചേർക്കുക. ജൈവ മാലിന്യങ്ങളും ഉണ്ട്, അജൈവ മാലിന്യങ്ങളും ഉണ്ട് അല്ലേ? ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്ന? ഇലയുണ്ട്, പ്ലാസ്റ്റിക് കവറുണ്ട്, പെന്നുണ്ട്, പഴത്തൊലിയുണ്ട്, പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, മിൽക്ക് എന്നെഴുതിയുള്ള കവറുകളുണ്ട് അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യണം നമ്മൾ? അജൈവ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ എന്നിങ്ങനെ എന്ത് ചെയ്യുക? പെട്ടിയിലേക്ക് വരച്ച് കൊടുക്കുക അല്ലേ? അപ്പോൾ പഴത്തൊലി എങ്ങോട്ടൊക്കെ ആയിരിക്കും? ജൈവ മാലിന്യം അല്ലേ? അതുപോലെ ഇലകൾ വീണ് കിടക്കുന്നുണ്ട്, അതും ജൈവമാലിന്യമാണ്. ദെൻ പ്ലാസ്റ്റിക് കുപ്പി അജൈവമാണല്ലേ? പിന്നെ കവറ്, പെൻ, ഇതൊക്കെ എന്താണ്? അജൈവ മാലിന്യങ്ങളാണല്ലേ? ഇനി എന്താണ്? സ്കൂളിൽ സ്ഥാപിക്കുന്നതിനായിട്ട് ഒരു ശുചിത്വ ബോർഡ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? കൂട്ടുകാർ, സ്കൂളിൽ സ്ഥാപിക്കുന്നതിനായി ഒരു ശുചിത്വ ബോർഡ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്? തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്ത പ്രവർത്തനമാണല്ലേ കൂട്ടുകാരെ? ഓക്കെ, നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലേ? ഓക്കെ, ഇതിന് അടുത്ത പ്രവർത്തനം നോക്കിയാലോ? അടുത്ത പ്രവർത്തനം എന്താണ്? കഥ പൂർത്തിയാക്കാം എന്നുള്ളതാണല്ലേ? മിട്ടു മിട്ടു റയാൻ വിളിച്ചു. മിട്ടു എവിടെ? എന്നും താൻ വരുന്നത് കാത്തിരിക്കുന്ന മിട്ടുപൂച്ചയെ കാണുന്നില്ലല്ലോ. അവൻ അടുക്കളയിലും വരാന്തയിലും മുറ്റത്തും മിട്ടുവിനെ തിരഞ്ഞു. അവൻ എന്തു പറ്റി? കഥയുടെ ബാക്കി ഭാഗം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ്? കഥ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾ ഐഡിയയ്ക്ക് അനുസരിച്ച് എഴുതിയിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത പേജിലായിട്ട് നമുക്ക് കഥ എഴുതാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. ദെൻ കഥയ്ക്ക് യോജിച്ച പേര് നൽകുക എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പേരും നിങ്ങൾക്ക് സ്റ്റോറിക്ക് നൽകാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയുമായിരുന്നല്ലേ നമുക്ക് ഇന്ന് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.